ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർ അവർക്ക് പറ്റുന്ന കുറച്ച് അബദ്ധങ്ങളെക്കുറിച്ചെല്ലാമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്ന ഒരു ചാനലാണെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിലും ഈ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്ത് നല്ല രീതിയിൽ വരുമാനമെല്ലാം നേടാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മെസ്സേജ് എല്ലാമാണ് വരുന്നത്. അതായത് യുവർ ആഡ്സെൻസ് അക്കൗണ്ട് ഹാസ് നോട്ട് റിസീവ്ഡ് ആഡ് ആക്ടിവിറ്റി ഓർ ഏണിംഗ് ഫോർ എ വൈൽ. You may have previously used this account to monetize on YouTube or apply the YouTube Partner Program. We want to notify you that in 30 days we will deactivate the account എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം, ഇവരുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ 6 മാസത്തിനടുത്തായി ഇതിലേക്ക് ആക്ടിവിറ്റീസ് ഒന്നും വന്നിട്ടില്ല. അതായത് റവന്യൂ ഒന്നും വന്നിട്ടില്ല. ഇത്തരത്തിൽ റവന്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു അക്കൗണ്ട് ഇത് അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഇത് ഡീആക്ടിവേറ്റ് ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കേസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവർ ഇവിടെ ലോവർ ക്രൈറ്റീരിയ എല്ലാം യൂസ് ചെയ്തുള്ള മോണിറ്റൈസേഷനാണ് എടുത്തിരുന്നത്. അതായത് അവർ എലിജിബിൾ ആണെന്ന മെസ്സേജ് എല്ലാം YT സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഇത്തരത്തിൽ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം കാണിച്ചിരുന്നു. അതായത് 3 മില്യൺ വ്യൂസ് 90 ഡേയ്സിൽ, അതുപോലെ 500 സബ്സ്ക്രൈബേഴ്സ് എല്ലാം തികഞ്ഞവർക്ക് ഇത്തരത്തിൽ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്ത് ഇവരും ഇതുപോലെ ഈ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുകയും, എന്നാൽ ഇവർക്ക് പറ്റിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ അവർ ആഡ്സെൻസ് അക്കൗണ്ട് എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇവരുടെ ഒരു ഷോർട്സ് വീഡിയോയിലേക്ക് ഇതിലേക്ക് ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് എല്ലാം വന്നു. അതായത് പോളിസി അത് കറക്റ്റായി ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ അവർക്കൊരു പ്രശ്നമെല്ലാം വന്നു. അതിനാൽ തന്നെ ഇത് ഇത്തരത്തിൽ വന്നത് കൊണ്ട് തന്നെ അവർക്ക് പിന്നീട് 90 ദിവസത്തിനടുത്തായി അതിനുശേഷം വീണ്ടും ഒരു സ്ട്രൈക്ക് എല്ലാം വരികയാണ് ഉണ്ടായത്. അപ്പോഴേക്കും ഇവിടെ സംഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, അവർക്ക് അവരുടെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അതായത് 3 മില്യൺ വ്യൂസ് അവസാന 90 ഡേയ്സിലെല്ലാം വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവരുടെ ഈ ഒരു സ്ക്രീൻഷോട്ടിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 19 ഏപ്രിൽ 2024 ഇനി ഇവർക്ക് ഇത് റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുക. ഇത്തരത്തിൽ ഈ സ്ട്രൈക്ക് എല്ലാം വന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇതിലേക്ക് വരുമാനവും വരാത്ത ഒരു അവസ്ഥയായി. അതായത് അവരുടെ ആഡ്സെൻസിലേക്ക് വരുമാനമൊന്നും വരാത്ത അവസ്ഥയും, അതുപോലെ അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം നഷ്ടപ്പെടുകയും, അതിനാൽ തന്നെ ഇത് റീ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്ക് പോയി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവരുടെ ഈ ഒരു സ്ക്രീൻഷോട്ടിൽ 2 മില്യൺ പബ്ലിക് ഷോർട്ട് വ്യൂസ് ആണ് ഈ ഒരു 90 ദിവസം കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഇത് റീ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ആദ്യം 3 മില്യൺ ഷോർട്ട് വ്യൂസ്, അതായത് നമ്മുടെ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഷോർട്സ് വീഡിയോ ഇതിലേതെങ്കിലും ഇതുപോലെ ഡിലീറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് എല്ലാം വന്ന് ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് കിട്ടിയ ആ വ്യൂ എല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാമുള്ള വീഡിയോ നിങ്ങളുടെ ചാനലിലുണ്ടോ എന്ന് ഇത് നിങ്ങൾ പരിശോധിക്കുക. ഇവിടെ വന്നിരുന്നത് ചൈൽഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അവരൊരു സ്നേക്ക്, അതുപോലെ ഒരു ബേബിയുടെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തത് കൊണ്ടാണ് അതിലേക്ക് ചൈൽഡ് സേഫ്റ്റി ഇഷ്യൂ എല്ലാം വന്നതുകൊണ്ട് ആ ഒരു ചാനലിൻ്റെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആവുകയും, അതുപോലെ അവരുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എലിജിബിലിറ്റി എല്ലാം നഷ്ടമാവുകയും ചെയ്തത്. അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം തന്നെ അവർക്ക് അടുത്ത ഒരു സ്ട്രൈക്ക് കൂടി വന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചാനലിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഈ ആഡ്സെൻസ് ഇത് ഇപ്പോൾ ഡിസേബിൾ ആകാനുള്ള ഒരു മെസ്സേജ് എല്ലാമാണ് വന്നിരിക്കുന്നത്. കാരണം അതിലേക്ക് അവർക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇതുപോലെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആയപ്പോൾ തന്നെ അവർക്ക് നഷ്ടമായി. ഇനി വീണ്ടും ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം വരുമ്പോൾ മാത്രമാണ് അവർക്ക് റീ അപ്ലൈ എല്ലാം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഷോർട്സ് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവർ വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനെ എന്തെങ്കിലും പോളിസി ബ്രീച്ചിലെല്ലാമുള്ള വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചാനലിൽ നിന്നും ഒഴിവാക്കിയതിന് ശേഷം മാത്രം ഇത്തരത്തിൽ ഈ ഒരു മോണിറ്റൈസേഷന് വേണ്ടി ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുക.
അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ വീണ്ടും നമുക്ക് നമ്മുടെ ആഡ്സെൻസ് കട്ടാകുന്നു. അതുപോലെ നമുക്ക് വീണ്ടും റീ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനായി ഒരുപാട് സമയമെല്ലാം വേണം. അപ്പോൾ എല്ലാം തന്നെ നിങ്ങൾ പ്രോപ്പറായി ചെക്ക് ചെയ്തതിന് ശേഷം മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. യൂട്യൂബ് റിലേറ്റഡ് ആയ നല്ല നല്ല കണ്ടന്റ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്